ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ, ക്രിസ്തീയ പുണ്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എളിമ. ആ എളിമ എന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കുക അത് ശ്രമകരമാണ്. എങ്കിലും നമുക്കത് സാധിക്കും ദൈവത്തിൽ ആശ്രയിച്ചാൽ. ഒരിക്കൽ ഫ്രാൻസിസ് അസീസി അദ്ദേഹം 11 പേരെ കൂടി റോമിൽ മാർപ്പാപ്പയെ കാണാനെത്തി. സുവിശേഷമനുസരിച്ച് ജീവിക്കുവാനും സുവിശേഷ പ്രഘോഷണത്തിനുമായി അനുവാദം വാങ്ങിക്കുവാനായിട്ടാണ് ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പയെ കാണുക. മാർപ്പാപ്പ നോക്കുമ്പോൾ കാണുന്നത് ചാക്ക് വസ്ത്രധാരികളായിട്ടുള്ള 12 പേർ കയറുകൊണ്ട് അവ വരിഞ്ഞ് കെട്ടിയിരിക്കുന്നു. മുഷിഞ്ഞ് നാറിയ അഴുകിയ പഴകിയ വസ്ത്രങ്ങളാണ്. കുഴിഞ്ഞ കണ്ണുകൾ, ഒട്ടിയ കവിള്, മെലിഞ്ഞ ശരീരം, നഗ്നമായ പാദം, അലങ്കോലമായി കിടക്കുന്ന മുടി. പ്രിയമുള്ളവരെ, ഇപ്രകാരമുള്ള ഈ വേഷധാരികളെ കണ്ട് മാർപ്പാപ്പ കോപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും പന്നിക്കൂട്ടത്തിൽ പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കും. അപ്പം അനുവാദം വാങ്ങിക്കാൻ വന്ന ഈ 12 പേർ അവിടെ നിന്നും പിൻവാങ്ങി. അന്ന് രാത്രി മാർപ്പാപ്പ ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം ഇപ്രകാരമാണ്: ലാറ്ററൻ ബസിലിക്ക വലിയൊരു കൊടുങ്കാറ്റിൽ ആടി ഒലഞ്ഞ് വീഴാൻ പോവുകയാണ്. അപ്പോൾ വലിയ തൂണുകളുണ്ട്. ആ തൂണുകളെല്ലാം ആടി ഒലഞ്ഞ് വീഴാൻ പോകുമ്പോൾ ഒരു ചാക്ക് വസ്ത്രധാരിയായ മെലിഞ്ഞ ഒരു മനുഷ്യൻ ഇതൊന്നും അറിയാതെ ദേവാലയത്തിലേക്ക് വരികയും മാർപ്പാപ്പ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഈ ദേവാലയം ഇടിഞ്ഞു വീഴാൻ പോകുന്നു, മാറി നിൽക്കാൻ. പക്ഷേങ്കിലും അതൊന്നും ആ മനുഷ്യൻ കേൾക്കുന്നില്ല. ആള് വന്ന് മെല്ലെ ആ ആടി ഒലയുന്ന ലാറ്ററൻ ബസിലിക്കയുടെ തൂണിലൊന്ന് സ്പർശിച്ച നിമിഷം ആ ബസിലിക്ക അവിടെ നിശ്ചലമായി. ഈ സംഭവത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി, തന്നെ കാണാൻ വന്ന ആ 12 പേരിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ആ ചെറുപ്പക്കാരനാണ്. മാർപ്പാപ്പ മറ്റുള്ളവരോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണം. റോമിൽ എല്ലായിടത്തും അന്വേഷിച്ചിട്ടും കണ്ടെത്തിയിലൊടുവിൽ ഫ്രാൻസിസിനെ കാണുന്നത് വളരെ മോശമായ ഒരു സ്ഥലത്ത്, പന്നികൾ കൂട്ടമായി അവിടെ നിൽക്കുന്ന സ്ഥലത്ത് അവരോട് സുവിശേഷം പ്രസംഗിക്കും. ഈശോയിൽ പ്രിയമുള്ളവരെ, ക്രിസ്തീയ പുണ്യങ്ങളിൽ ഒന്നായ എളിമ അത് ജീവിതത്തിൽ പകർത്തിയ വലിയ വിശുദ്ധനാണ് ഈ ഫ്രാൻസിസ് അസീസി. മാർപ്പാപ്പ ഈ ഫ്രാൻസിസിന് 6ാം പട്ടവും മറ്റുള്ളവർക്ക് 1ാം പട്ടവും കൊടുത്ത് വിടുകയാണ്. സഭയിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുപോലെയുള്ള ഏറ്റവും നിസ്സാരമായ തോന്നുന്ന വലിയ എളിമയുള്ള വ്യക്തിയിലൂടെയാണ്. എളിമയുള്ളവരോട് മാത്രമേ ഈശോ തൻ്റെ സഭയെ പടുത്തുയർത്തുകയുള്ളൂ. പ്രൗഢിയും പ്രതാപവും ലോകരക്ഷയ്ക്ക് ഈശോയ്ക്ക് ആവശ്യമില്ല. വിശുദ്ധർ എളിമ തേടാൻ വേണ്ടി അവസരം നോക്കി നടക്കുന്നവരാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എളിമയിലൂടെ ജീവിക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ആയിരിക്കുവാൻ, മറ്റുള്ളവരെ വലിയവരായി കാണാൻ, മറ്റുള്ളവരെക്കാളും നമ്മൾ ചെറിയവരാണെന്ന് തിരിച്ചറിവുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ എളിമ എന്ന പുണ്യം വളരാൻ ദൈവാനുഗ്രഹം നൽകണമേ എന്ന് യാചിക്കുകയും ചെയ്യാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഈ ആരാധനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നല്ലവരായി കാണാനും വലിയവരായി കാണാനും അവരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും ഒരു കൃപ നൽകണമേ എന്ന് സ്നേഹത്തോടെ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. എത്രമാത്രം എന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും, എത്രമാത്രം എന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും, സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രമാത്രമെന്നു
മൊഴിഞ്ഞു. സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രമാത്രമെന്നു മൊഴിഞ്ഞു. എത്രമാത്രമെന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രമാത്രമെന്നു മൊഴിഞ്ഞു. സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രമാത്രമെന്നു മൊഴിഞ്ഞു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.